ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കന്യാകുമാരിയിലേക്കാണ്. അപ്പോൾ കന്യാകുമാരിയിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് വീഡിയോയിൽ പങ്കുവയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ കന്യാകുമാരി കാണാൻ എത്തിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ തലേദിവസം എത്തി, രാത്രി റൂമൊക്കെ എടുത്ത് അവിടുന്ന് രാവിലെ തന്നെ 4:30 തന്നെ സൺറൈസ് കാണാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷേ 4:30 സമയത്ത് ഇവിടെ എത്തി. പക്ഷേ സൺറൈസ് ഒന്നും കാണാൻ പറ്റിയില്ല. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദീപാവലി ദിവസമായിരുന്നു. ദീപാവലി ദിവസത്തിൻ്റെ തിരക്കിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. കന്യാകുമാരിയിൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഒരുപാട് ജനങ്ങളാണ് ഈ ഒരു സൺറൈസ് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് പ്രതീക്ഷയോട് കൂടി കുറേ നേരം മുന്നേ വന്ന് നിൽക്കുകയായിരുന്നു. പക്ഷെ ഒന്നും ആർക്കും കാണാൻ പറ്റിയില്ല. പലരും നിരാശയോടെ മടങ്ങി. പലരും കടലിലൊക്കെ ഇറങ്ങി കുളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സമയം ഒരു 7-7:30 സമയമായിരിക്കണം. ആ സമയത്ത് ഒരുപാട് പേരിങ്ങനെ നിരാശയായിട്ട് കുറേ പേരൊക്കെ മടങ്ങുന്നുണ്ട്. നല്ല മഴക്കാറുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്തായാലും ശരി, ഇവിടെ നിന്നൊക്കെ കറങ്ങിയിട്ട് ഒന്ന് തിരിച്ചു പോവാം എന്ന് വിചാരിച്ചു. തിരിച്ചു പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഫ്രഷ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. റൂമിൽ പോയിട്ട് ഫ്രഷായിട്ട് വീണ്ടും വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാർക്കറ്റിൽ കൂടെ നടക്കുകയാണ്. അപ്പോൾ മാർക്കറ്റിൽ കൂടെ നടക്കുമ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കച്ചവടക്കാരും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ അങ്ങനെ ഉണ്ട്. അപ്പോൾ പലരും ദീപാവലി ആഘോഷിക്കാനുള്ള ഒരു ഇതിനാണ്. ഇപ്പോഴാണ് നോക്കിയപ്പോൾ ഞങ്ങൾ ഇവിടെ വിവേകാനന്ദ പാറയിൽ പോകാൻ വേണ്ടിയുള്ള തിരക്കാണ്. ക്യൂ ഒരുപാട് ദൂരെയുള്ള ക്യൂ ആണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇപ്പം തന്നെ ക്യൂ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ക്യൂ നിന്നിട്ട് വേണം കയറാൻ. അപ്പോൾ ഇതിൻ്റെ ആൾക്കാർ ക്യൂ നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, സത്യം പറഞ്ഞ് ഇപ്പം ഞങ്ങൾക്ക് അവിടെ വന്ന് കയറണമെങ്കിൽ എത്ര സമയം പിടിക്കും എന്നുള്ള ഒരു സംശയത്തിലൊക്കെയാണ് പോയി കയറിയത്. ഒടുവിൽ റൂമിൽ തിരിച്ചെത്തി. അപ്പോൾ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റിയ ഒരു മനോഹര കാഴ്ചയാണ്. കന്യാകുമാരിയുടെ ആ ഒരു കടലും അത് സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നല്ല രസമാട്ടോ. ഇവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്ന ഹോട്ടലെന്ന് വെച്ചാൽ വിശ റെസിഡൻസി പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങളിവിടെ സ്റ്റേ ചെയ്തത്. ഞങ്ങൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തതാണ്. വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല റേറ്റൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫ്രഷൊക്കെ ആയി, റൂമിൽ നിന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടൽ തേടി നടക്കുകയാണ്. അപ്പോൾ എവിടെയെന്ന് ഒരു അറിയില്ല. ഞങ്ങൾ കുറേ ഇങ്ങനെ നടന്നു കേട്ടോ. നടന്ന് ഞങ്ങളിവിടെ ഒരു പള്ളിയൊക്കെ കണ്ടു. നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ട് റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ കോവളം റോഡാണ് കേട്ടോ. കോവളം റോഡിൽ കൂടെയാണ് ഇപ്പോൾ നടന്നു പോണത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല രസമായി. അപ്പോൾ ഇവിടെയാണ് കന്യാകുമാരി ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ കൂടെ നമ്മൾ ഇങ്ങനെ നടന്നു. ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ കൂടെ പോയി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൻ്റെ ആ ബോർഡ് കണ്ടില്ലേ എല്ലാവരും. അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. മുന്നോട്ട് നടന്ന് എവിടെയാണ് ഫുഡ് കിട്ടുന്ന സ്ഥലം എന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് ബോർഡ് കണ്ടു. ഇവിടെ ട്രിവാൻഡ്രത്തേക്ക് പോകണതും മധുരയ്ക്ക് പോകണതും തിരുനെൽവേലി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു ബോർഡ് കണ്ടു. അപ്പോൾ ഇവിടെ നിറയെ വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞങ്ങൾ നടന്ന് ലാസ്റ്റ് ഞങ്ങൾ തിരിച്ച് തന്നെ പോകുന്നു കേട്ടോ. തിരിച്ച് വന്ന വഴി തന്നെ വന്നു ലാസ്റ്റ് മാർക്കറ്റിലേക്ക്
ഇവിടെ മാർക്കറ്റിലേക്ക് കയറി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരുപാട് ഐറ്റംസുകൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ കൂടുതലും ശംഖ് കൊണ്ടുള്ള മാലകൾ, അതുപോലെ തന്നെ ശംഖ് അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ കൂടുതലും വിൽക്കാൻ വെച്ച്. ബാഗൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇങ്ങനെ ബാഗൊക്കെ 100 രൂപ, 150 രൂപ അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ബാഗുകളൊക്കെ ഇവിടെ കാണാം. ഒരുപാട് ജനങ്ങളാണ് ഇതൊക്കെ വാങ്ങിക്കാനും കാണാനൊക്കെ വേണ്ടി നിൽക്കുന്നത്. ചെറിയ ചെറിയ തട്ടുകടകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ. അപ്പോൾ വിവേകാനന്ദ പാറയിലേക്കുള്ള ടിക്കറ്റിന് ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ ടിക്കറ്റ് ഞങ്ങൾ എടുത്തു കേട്ടോ. ടിക്കറ്റിനൊരു 300 രൂപയുടെ ടിക്കറ്റും ഉണ്ട്, അതുപോലെ തന്നെ 100 രൂപയുടെ ടിക്കറ്റും ഉണ്ട്. 100 രൂപയുടെ ടിക്കറ്റ് ആണെങ്കിൽ നമുക്ക് ക്യൂ നിന്നിട്ട് വേണം എത്താൻ. അപ്പോൾ ഇതെല്ലാം 100 രൂപയുടെ ടിക്കറ്റിനായി നിൽക്കുന്നവരാണ്. 300 രൂപ ടിക്കറ്റായി നമുക്ക് ക്യൂ നിൽക്കാണ്ട് നേരെ പോവാം. അപ്പോൾ ഞങ്ങൾ നേരെ വിവേകാനന്ദ പാറയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബോട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബോട്ടിലൊക്കെ കയറി വിവേകാനന്ദ പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ബോട്ടിൽ കടലിലൂടെ സഞ്ചരിച്ച് വേണം അങ്ങോട്ട് എത്താൻ കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് തിരിച്ചു പോകാനുള്ള ഒരു ക്യൂ ആണ്, അതിനും ഒരു ക്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ ബോട്ടിലേക്ക് അതിന് നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട, നമുക്ക് നേരെ പോകാൻ പറ്റുകയാണ്. അപ്പോൾ ഉള്ളിലേക്ക് കയറുന്നതിന് വേണ്ടി ഒരു ടിക്കറ്റ് ചാർജ് ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 30 രൂപയാണ് ഉള്ളിലേക്ക് കയറുന്നതിന് വേണ്ടിയുള്ള ടിക്കറ്റ് ചാർജ്. അപ്പോൾ അത് കൊടുത്തിട്ട് നമ്മൾ നേരെ പോവുകയാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് കന്യാകുമാരിയിലുള്ള വാവതുറൈ മുനമ്പിൽ 500 മീറ്ററോളം അകലെ കടലായി 2 പാറകളിലൊന്നാണ് വിവേകാനന്ദ പാറ കേട്ടോ. അപ്പോൾ ചെരുപ്പൊക്കെ നമുക്ക് ഇവിടെ ഇട്ടിട്ട് വേണം പോകാൻ. ചെരുപ്പ് എന്തായാലും അകത്ത് കയറ്റാൻ പറ്റില്ല. അപ്പോൾ ചെരുപ്പ് നമുക്ക് ഫ്രീ ആയിട്ട് സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. ദേവി കന്യാകുമാരി ഒറ്റക്കാലിൽ നിന്ന് തപസ് അനുഷ്ഠിച്ചിരുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു. ശ്രീപാദപ്പാറ വിവേകാനന്ദ പാറയിലാണുള്ളത്. ദേവിയുടേതെന്ന് വിശ്വസിക്കപ്പെടുന്ന പാദമുദ്ര ഇപ്പോഴും ഇവിടെ പൂജിക്കപ്പെടുന്നു. 1892 ഡിസംബറിൽ 23, 24, 25 തീയതികളിൽ വിവേകാനന്ദ സ്വാമികൾ കടൽ നീന്തി കടന്ന് ഇവിടെ ധ്യാനിച്ചിരുന്നു. വിവേകാനന്ദ സ്വാമികളുടെ സ്മരണാർത്ഥം ശ്രീ മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റും ശ്രീ ഏകനാഥ റാനയുടെ സെക്രട്ടറിയുമായിട്ടുള്ളവരാണ് ഈ സ്മാരക നിർമ്മാണത്തിന് പ്രയത്നിച്ചത്. 1970 സെപ്റ്റംബർ 2 അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ശ്രീ വി ഗിരി ഈ സ്മാരകം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. അപ്പോൾ ഈ കാണുന്നതാണ് സ്വാമി വിവേകാനന്ദ സ്വാമി മെമ്മോറിയൽ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റെപ്പൊക്കെ കയറി അതിൻ്റെ ഉള്ളിലേക്ക് പോവാം. പറ്റില്ല. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പീസ്ഫുൾ മൈൻഡാണ് കേട്ടോ. നല്ല ബഹളം വയ്ക്കാണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് വളരെയധികം പീസ്ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കന്യാകുമാരി പട്ടണം മുഴുവൻ നമുക്ക് കാണാൻ കഴിയും. ബംഗാൾ ഉൾക്കടല്, അറബിക്കടല്, ഇന്ത്യൻ മഹാസമുദ്രം, ഈ 3 അതായത് ത്രിവേണി സമുദ്ര സംഗമം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ത്രിവേണി സംഗമം സംഗമിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്.
അപ്പോൾ ഇവിടെ ഒരു വിവേകാനന്ദ ബുക്ക് സ്റ്റാൾ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങളൊക്കെ പോയിട്ട് വായിക്കാം. വിവേകാനന്ദയെക്കുറിച്ചുള്ള പുസ്തകങ്ങളും അങ്ങനെ ഒരുപാട് പ്രശസ്തമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിലൂടെ പോവാം. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ കുറേ പേരിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് തിരുവള്ളൂരിൻ്റെ പ്രതിമയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ്. കടലിൻ്റെ മേലെ കൂടെയുള്ള ആദ്യത്തെ ഇന്ത്യയിലെ ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ ഇതിന് ഏകദേശം 77 മീറ്ററാണ് ഈ ബ്രിഡ്ജിൻ്റെ ടോട്ടൽ ലെങ്ത്ത്. കടലിൽ നിന്ന് ഇതിൻ്റെ ഉയരം എന്ന് പറയുകയാണെങ്കിൽ 133 അതുപോലെ തന്നെ വീതി എന്ന് പറയുകയാണെങ്കിൽ ഒരു 10 മീറ്ററാണ് ഇതിൻ്റെ വീതി കേട്ടോ. അപ്പോൾ നമുക്ക് കടലിൽ നിന്നുള്ള ഉയർന്ന ആർദ്രതയും പ്രതിരോധിക്കുന്ന തരത്തിലുള്ള ഉപ്പുവെള്ളത്തേക്ക് പ്രതിരോധിക്കുന്ന തരത്തിലുള്ള ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ് നമുക്ക് ഇതിൻ്റെ കമാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ പാലം ഇവിടെ വരുന്നതിന് മുമ്പ് ആളുകളൊക്കെ വെച്ചാൽ കടത്തുവെള്ളത്തിലൂടെയാണ് ഇവിടേക്ക് സഞ്ചരിച്ചിട്ടാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ സഞ്ചരിച്ച് നമുക്ക് പോവാം. അപ്പോൾ ഞാനാദ്യമായിട്ടാണ് ഗ്ലാസ് ബ്രിഡ്ജ് കൂടെ നടക്കുന്നത്. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് കൂടെ നടക്കുമ്പോൾ നമുക്ക് താഴെ നിന്നുള്ള തിരമാലയൊക്കെ കാണാൻ കഴിയും. പാറക്കെട്ടുകൾ, തിരമാലകൾ, ഒരുപാട് പേര് ഇത് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ തിരുവള്ളൂരിൻ്റെ പ്രതിമ, ഒരു കൂറ്റൻ പ്രതിമയാണ് കേട്ടോ, അത് കാണാനാണ് നമ്മളിപ്പോൾ പോണത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോവാം. ഒരു ഇടുങ്ങിയ വഴി കൂടെ വേണം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എന്ത് വലുതാണല്ലേ, 133 അടിയുണ്ട്, ഉയരണ്ടെന്നാണ് ഇതിന് പറയണത് ഈ ഒരു തിരുവള്ളൂരിൻ്റെ പ്രതിമയ്ക്ക്. ഇപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ്, അവിടെ എല്ലാം കന്യാകുമാരി എല്ലാം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നല്ല രസമായിട്ട് കാണാം. അപ്പോൾ കന്യാകുമാരിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളെല്ലാവരും കന്യാകുമാരിക്ക് വരാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള തിരക്കുള്ള ദിവസങ്ങൾ വരാതിരിക്കുക. കാരണം നമുക്ക് ടിക്കറ്റ് എടുക്കാനും ഒക്കെ ഒരുപാട് സമയം ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.